ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമുക്കൊരു ടെക്സ്ചർ ഗ്ലാസ് ജാർ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഗ്ലാസ് ജാർ എനിക്ക് കിട്ടുന്നത് ചെടിച്ചട്ടിയുടെ ഉള്ളിൽ നിന്നാട്ടോ. ആകെ ചെളി പിടിച്ചിട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഗ്ലാസ് ജാർ റെഡിയാണ്. ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് നോർമലി നമ്മുടെ ഭിത്തിയിലൊക്കെ അടിക്കുന്ന പെയിൻ്റ് എടുക്കാം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്രിലിക് കളേഴ്സ് എടുക്കാം. ഞാനിവിടെ വൈറ്റ് അക്രിലിക് കളർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഏതെങ്കിലും വേറൊരു ഷെയ്ഡ്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് സാൽമൺ പിങ്ക് ആണ്. സാൽമൺ പിങ്ക് എന്ന് പറയുന്ന ഈ കളറ് നമ്മൾ വൈറ്റായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലൈറ്റ് റോസ് കളറായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ ടെക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ്. നമുക്ക് ടെക്സ്ചർ മേക്കിങ്ങിന് പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെൻ്റ് ഒക്കെ യൂസ് ചെയ്യാം. മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം. ഇനി നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡയുടെ അളവ് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം ആണ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ അളവും തീരുമാനിക്കാം. ഞാൻ ഏകദേശം ഒരു 2.5 ടീസ്പൂണാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയായിട്ട് മാറരുത്. ആ ഒരു മീഡിയം ലെവലിലാണ് നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ആ ടെക്സ്ചർ കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ് ജാറിൽ ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2-3 കോട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ടെക്സ്ചറിൽ വേരിയേഷൻസ് വന്നു തുടങ്ങും. അക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ടെക്സ്ചർ പേസ്റ്റ് എനിക്കൊരു മീഡിയം തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോട്ട് മാത്രമാണ് ഈ ഗ്ലാസ് ജാറിലേക്ക് അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്ചേർഡ് ഗ്ലാസ് ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണങ്ങി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് മാത്രമുള്ളൂ ഇതിൽ കുറച്ചൊരു ഡിമെറിറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കിയാലൊന്നും പോരുന്നൊന്നുമില്ല. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.